ലേഖനങ്ങളിൽ ഏറ്റവും എല്ലാ ലേഖനങ്ങളും വളരെ നല്ലതാണ്. പക്ഷെ അതിൽ നിന്ന് ഒരു ലേഖനം എടുക്കാൻ പറഞ്ഞാൽ ഞാൻ ചൂസ് ചെയ്യുന്ന എഫേസ്യ ലേഖനമായിരിക്കും. ഇത് എഫേസോസാർക്ക് എഴുതിയതാണോ എന്നിങ്ങനെ ചില ആളുകൾ, കാരണം ചില മാനുസ്ക്രിപ്റ്റിൽ എഫീഷ്യൻസിനാന്നില്ല, പക്ഷെ മെജോറിറ്റി സ്ക്രിപ്റ്റ് ആയിട്ടും എഫീഷ്യൻസ് എഴുതിയതാണ്. ഇപ്പം നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോവാണ്, അപ്പോ ബൈബിളിൽ നിന്ന് ഒരു ബുക്ക് മാത്രം എടുത്തോണ്ട് പോകാൻ നമ്മളെ അനുവദിച്ചാൽ നമ്മളിങ്ങനെ ചെല്ലുമ്പം ഒരു ബുക്ക് എടുക്കാം ബൈബിളിൽ നിന്ന്. അപ്പൊ അങ്ങനെയാണ് ഞാൻ എടുത്തോണ്ട് പോകുന്ന ഈ എഫേസ്യ ലേഖനമായിരിക്കും. കാരണം അത്ര മാത്രം റിച്ച് ആൻഡ് ബ്യൂട്ടിഫുൾ അതാണ് എഫേസ്യ ലേഖനം. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പൗരസ്ത്യ ദർശനം മനസ്സിലാക്കാൻ പുതിയ നിയമത്തിൽ നമുക്ക് 5 പുസ്തകങ്ങളാണ് പ്രത്യേകമായിട്ട് പഠിക്കേണ്ടത്. അത് എഫീഷ്യൻസ്, കൊളോഷ്യൻസ്, ഫിലിപ്പിയൻസ്, പിന്നെ ഗോസ്പൽ ഓഫ് ജോൺ ആൻഡ് എപ്പിസ്റ്റൽ ഓഫ് ജോൺ. ഈ 5 പുസ്തകങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് പൗരസ്ത്യ പിതാക്കന്മാർ പറഞ്ഞതെന്ന് മനസ്സിലാവും. ത്രൂ അപ്പോസ്റ്റൽ പോൾ ആൻഡ് ജോൺ. ഇപ്പൊ ഈ 5 പുസ്തകം മാത്രം പുതിയ നിയമത്തിൽ മതി എന്ന് ഞാൻ പറഞ്ഞു എന്ന് ചിലപ്പോൾ ആളുകൾ പറയും. അങ്ങനെയല്ല പറയുന്നത്. ഈ 5 പുസ്തകത്തിലാണ് നമുക്ക് ഏറ്റവും വലിയ ഗുപ്തനിധികൾ ഉള്ളത്. അപ്പൊ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ എഫീഷ്യൻസ് ആണ്, എഫേസ്യ ലേഖനം. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലൂസ് വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. 3-ാം വാക്യത്തിൽ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഈ ലേഖനം നിങ്ങൾ ഓരോ പ്രാവശ്യവും വായിക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ അർത്ഥങ്ങളും പുതിയ ഉൾക്കാഴ്ചകളും കിട്ടിക്കൊണ്ടിരിക്കും. അതിനെ എന്താ വിശേഷിപ്പിക്കേണ്ടത് എനിക്കറിയത്തില്ല. മാജിക് എന്ന വാക്ക് തീരെ പോരാ, പക്ഷെ ഇറ്റ്സ് എ മാജിക്. നമുക്ക് ഒരുപാട് പുതിയ ആശയങ്ങൾ ഈ ഇന്റലക്ച്വലി നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അത് എന്തിനാ നമുക്ക് ഇന്റലക്ച്വലി ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും? ഇന്റലക്ച്വൽ ഇന്റർപ്രിട്ടേഷന്റെ ഒപ്പം ഇപ്പം ഉറപ്പായിട്ടും ആധുനിക കാലത്ത് നമുക്ക് വളരെ എളുപ്പം അതിൻ്റെ റൂട്ട് ലാംഗ്വേജ് ഇതൊക്കെ ഗ്രഹിക്കാൻ പറ്റും. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഇന്റലക്ട് ആൻഡ് ഇമോഷൻസ് ആൻഡ് വിൽ, ഇത് 3ഉം ഒരുമിച്ച് ചേരുമ്പോഴാണ് നമുക്കൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. അപ്പൊ ഇന്റലക്ച്വലി മാത്രമാണ് ഇന്ന് ഇത് മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇമോഷൻസിലേക്ക് വരുന്നില്ല. വില്ല് എന്ന് പറയുന്നത് നമ്മുടെ ഹിതമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇച്ഛയാണ്. അപ്പൊ നമ്മുടെ തിരുവെഴുത്തിന്റെ പഠനം ബൗദ്ധിക തലത്തിൽ നിന്ന് വൈകാരിക തലത്തിലേക്കും നമ്മുടെ ഇച്ഛയിലേക്കും എപ്പോൾ സംക്രമിക്കുന്നുവോ അപ്പോൾ മാത്രമേ നമുക്ക് ശരിക്കും ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഉണ്ടാകത്തുള്ളൂ. ഈ എക്സ്പീരിയൻസ് ഇല്ലാത്തതാണ് ഇന്നത്തെ ഒരു പ്രശ്നം. ഇന്നിപ്പോ മോഡേൺ ആധുനിക യുഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അനേക ആളുകൾ വിശ്വാസം വിടുന്നു, അല്ലെങ്കിൽ മതം പഴഞ്ചനായി കഴിഞ്ഞു. അമേരിക്കയിലെ കണക്ക് ഇപ്പൊ യൂറോപ്പിലേക്കാൾ കൂടുതൽ ക്രിസ്ത്യ വിശ്വാസികളുള്ള അമേരിക്കയിലാണ്. നിങ്ങൾ യൂറോപ്പിൽ താമസിക്കുന്നവർക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. കാരണം മോർ ചർച്ച് ഗോയേഴ്സ് ആർ ദേർ. സൺഡേ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരുപാട് ആളുകൾ പള്ളിയിൽ പോകുന്നു. പള്ളികൾ നിറഞ്ഞ് കവിയുന്ന പള്ളികളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ സ്റ്റിൽ അമേരിക്കയിലും ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൊഫസിങ് ക്രിസ്ത്യൻസിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഇതിന്റെ കാരണം ആളുകൾ വിശ്വാസത്തെ വിട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ സ്റ്റിൽ ഡെത്ത് ഈസ് ദെയർ. മരണം എന്നതൊരു യാഥാർത്ഥ്യമായിട്ട് അവിടെയുണ്ട്. മരണം നിലനിൽക്കുന്നിടത്തോളം കാലം ദൈവവിശ്വാസത്തിന്റെ പ്രസക്തി ഇല്ലാതാകുന്നില്ല. കാരണം മനുഷ്യന് ചോദ്യങ്ങൾ ഉണ്ട്. ആരാധിക്കുവാനുള്ള ഒരു വാഞ്ച ആധുനിക മനുഷ്യന്റെ ഉള്ളിലുണ്ട്. ഞങ്ങള് മിനിഞ്ഞാന്ന് ഇവിടെ വന്നപ്പോ എൻ്റെ മോളും എൻ്റെ കൂടെ ഉണ്ട്, നമ്മുടെ സുജിത് ബ്രദറുണ്ട്. ഞങ്ങൾ ലണ്ടൻ കാണാൻ പോയി, ലണ്ടൻ സിറ്റി. മഡൻ ടു സൈറ്റ്സ് എന്ന് പറയുന്ന മെഴുക് മ്യൂസിയം, വാക്സ് മ്യൂസിയത്തിൽ പോയി. എത്ര ആവേശത്തോടെയാണ് ഓരോ സെലിബ്രിറ്റിയുടെ പ്രതിമയുടെ അടുത്തിട്ട് ആളുകൾ ഓടുന്നതെന്നറിയാമോ ഫോട്ടോ എടുക്കാൻ. കാരണം എന്താണ്? ഹൃദയത്തിൻ്റെ അകത്ത് ആരാധിക്കാനുള്ള ഒരു വാഞ്ച മനുഷ്യനുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ എത്രമാത്രം ടെക്നോളജി വളർന്നാലും, എത്രമാത്രം സാങ്കേതികമായി നമ്മൾ മുമ്പിൽ പോയാലും മനുഷ്യന് ആരാധിക്കാനുള്ള സ്വതസിദ്ധമായ ആ വാഞ്ച മാറില്ല. പിന്നെ ആരെ ആരാധിക്കുന്നു, എന്തിനെ ആരാധിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. എന്തിനെയെങ്കിലും ഒക്കെ ആളുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ആരാധിച്ചുകൊണ്ടിരിക്കും. അപ്പം മതം അപ്രസക്തമാകുന്നു, അല്ലെങ്കിൽ ഈശ്വര വിശ്വാസം ഭോഷത്വമാകുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഈ പറയുന്ന ആളുകളും എന്തിനെങ്കിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആരാധിക്കുന്നുണ്ട്. കാരണം അതേണ്ട 50 പൗണ്ടോ മറ്റോ ആണ് അതിന് ടിക്കറ്റ്. 50 പൗണ്ട് നമ്മൾ കൊടുത്തിട്ട് ക്യൂ നിൽക്കുക. എന്തിനാ ക്യൂ നിൽക്കുന്നേ? ടു വർഷിപ്പ്. ഫുട്ബോൾ കളി കാണാൻ ആള് കൂടുന്നു. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വർഷിപ്പ്. അപ്പം ഇതൊരിക്കലും വർഷിപ്പ് എന്നുള്ളത് മനുഷ്യനുള്ള കാലത്തോളം മനുഷ്യനെ വിട്ടുപോവില്ല. ആരാധിക്കാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. ആരാധിക്കാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. പിന്നെ എന്തിനെ ആരാധിക്കുന്നുള്ളത് ഒരു അനദർ ക്വസ്റ്റ്യനാണ്. ഇവിടെ പൗലോസ് വളരെ മനോഹരമായിട്ട് നമ്മോട് പറയാണ്, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. ഈ എഫേസ്യ ലേഖനം നിങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് 1000 ചിന്തകളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പൗരസ്ത്യ സുവിശേഷം എന്ന് പറയുമ്പോൾ അത് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം പാശ്ചാത്യ സുവിശേഷം. ഈ പാശ്ചാത്യ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഇപ്പൊ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സൺഡേ സ്കൂളുകളിലും ഇതൊക്കെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾ അതിന്റെ തുടക്കം നോക്കിയാൽ അത് യൂറോപ്പിലെ അടിമ ജോലിയുടെ കാലഘട്ടത്തിൽ അന്ന് ഇവിടെ 16 മണിക്കൂർ ഒക്കെയാണ് ആളുകൾ ജോലി ചെയ്യുന്നത്. കുട്ടികളാണ് 12 മണിക്കൂർ ചെയ്താൽ മതി. അതായത് 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളും ജോലി ചെയ്യണം. അത് 6 ദിവസം ജോലി ചെയ്യണം. ഇപ്പൊ 16 മണിക്കൂറും 6 ദിവസം ജോലി ചെയ്ത് ക്ഷീണിക്കുന്ന ഈ കുട്ടികൾക്ക് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ഇളവ്. ആ ഞായറാഴ്ച ഈ കുട്ടികളെ അക്ഷരം പഠിപ്പിക്കാമെന്ന് കരുതി പ്രൊട്ടസ്റ്റന്റ് സഭാവിഭാഗക്കാർ തുടങ്ങിയ ഒരു ഉദ്യമമാണ് സൺഡേ സ്കൂൾ. ഇത് പിന്നീട് നമ്മുടെ നാട്ടില് മതം പഠിപ്പിക്കാനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. സത്യത്തിൽ സുറിയാനി സഭയിൽ അങ്ങനെ ഒരു വേറിട്ട സൺഡേ സ്കൂളിന്റെ ആവശ്യമില്ല. നമ്മുടെ എല്ലാ ലിറ്റർജിയിലും കൂടെ ചേർത്താണ് നമ്മുടെ ദൈവശാസ്ത്രമുള്ളത്. ലിറ്റർജി പഠിക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഇനഫ് ആൻഡ് മോർ ദാൻ ഇനഫ്. വർഷിപ്പ് ചെയ്യുക, ആ വർഷിപ്പിലൂടെ ഗ്രോ ചെയ്യുക. ഇപ്പൊ നമ്മൾ ഈ വൈറ്റമിൻ കഴിക്കുന്നുണ്ട് വേറെ ഗുളികയായിട്ട്. സമീകൃതമായ ആഹാരം കഴിക്കുന്ന ഒരാൾക്ക് വേറെ എക്സ്ട്രാ വൈറ്റമിൻ കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആഹാരത്തിലൂടെ വൈറ്റമിൻ കിട്ടാത്തതുകൊണ്ടാണ് ഗുളിക പരുവത്തിൽ വൈറ്റമിൻ വിഴുങ്ങുന്നത്. അപ്പം ശരിയായ വിധത്തിൽ സഭയുടെ ആരാധനയിൽ ഉൾക്കൊണ്ട് ആരാധിച്ചാൽ വേറെ സൺഡേ സ്കൂളിൻ്റെയോ ബൈബിൾ ക്ലാസ്സിൻ്റെയോ ഒന്നും ആവശ്യമില്ല. അത്രമാത്രം ഈ ചിന്തകളെല്ലാം അതിനകത്ത് ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കൂടുതലായിട്ട് പഠിക്കേണ്ടവർക്ക് ഈ നമ്മൾ പഠിപ്പിക്കുന്ന എന്നതാണ്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദാറ്റ്സ് ദ ബിഗിനിങ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആദ്യം ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. പിന്നെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു.
മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മനുഷ്യനൊരു അബദ്ധം പറ്റി. മനുഷ്യൻ എന്ത് ചെയ്തു? പാമ്പിന്റെ വാക്ക് കേട്ടു, പഴം പറിച്ചു തിന്നു, പാപിയായിപ്പോയി മനുഷ്യൻ. പിന്നെ ആ മനുഷ്യനെ പുറത്താക്കി. ആഹാ, സത്യത്തിൽ കഥ പറഞ്ഞു വരുമ്പം ആർക്കബദ്ധം പറ്റി? ആർക്കബദ്ധം പറ്റി? ദൈവത്തിന് അബദ്ധം പറ്റി. ഗോഡ് മെയ്ഡ് എ മിസ്റ്റേക്ക്. ഇതാണ് വെസ്റ്റേൺ സുവിശേഷം. അവിടെ തന്നെ ദൈവം ഒരു അബദ്ധം പറ്റിയ ഒരാളായി. ഗോഡ് മെയ്ഡ് എ ഗ്രേറ്റ് മിസ്റ്റേക്ക്. അപ്പൊ അവിടെ ദൈവത്തിന്റെ സർവജ്ഞാനം ചോദ്യം ചെയ്യപ്പെടുകയാണ്. സർവജ്ഞാനിയായ ദൈവത്തിന് അബദ്ധം പറ്റുമോ? അപ്പൊ പറ്റിയെന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതിനെയാണ് പൗലോസ്ലീഹ ഇവിടെ തിരുത്തുന്നത്. പൗലോസ്ലീഹ പറയുകയാണ്, അപ്പൊ ദൈവത്തിന് അബദ്ധം പറ്റിക്കഴിഞ്ഞപ്പോ സ്വർഗത്തിൽ കൺഫ്യൂഷനായ അവർ കമ്മിറ്റി കൂടി ഇനി എന്ത് ചെയ്യണം? മനുഷ്യനെ അടിച്ചു പുറത്താക്കി, എന്നാലും മോശമായി പോയി. അപ്പൊ സ്വർഗത്തിലുള്ളവരെല്ലാം കമ്മിറ്റി കൂടി ആലോചിച്ച് എന്ത് ചെയ്യണം? അപ്പൊ ഇവന്റെ പാപത്തെ നമുക്ക് ശിക്ഷിക്കാതെ പറ്റില്ല. എന്താണ് ചെയ്ത പാപം? ഒരു പഴം തിന്നു. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൊച്ചൊരു പഴം എടുത്തു തന്നാൽ നിങ്ങൾ എന്നാ ശിക്ഷ കൊടുക്കും? ഒരു പഴം തിന്നതിന്റെ ശിക്ഷയാണിത്. ഒരു പഴമല്ല, ഒരു കൊലപ്പഴം എടുത്താൽ പോലും ശിക്ഷിക്കില്ല, ഇല്ലേ? അപ്പൊ ഇതൊക്കെയാണ് മനുഷ്യന്റെ പുറത്ത് പറയുന്ന സുവിശേഷം. നാട്ടുകാരോട് പറയുന്ന ഇതാണ്. ക്രിസ്ത്യാനിറ്റി പരിഹസിക്കപ്പെടുകയാണ്. കാരണം എന്നാ? ഒരു പഴം തിന്നതിന് പുറകെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഒരു ദൈവം. അത് സഹസ്രാബ്ദങ്ങളായിട്ട് മനുഷ്യവർഗത്തെ വേട്ടയാടുകയാണ് ഈ ദൈവം. എന്നാ പുള്ളിയുടെ പ്രശ്നം? അല്ല, ഇയാളുടെ പ്രശ്നം എന്നതാ? ഒരു പഴം പറിച്ചു തിന്നു. ആ ഒരു പഴം പറിച്ചു തിന്നെന്ന് പറഞ്ഞ് മനുഷ്യനെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെ ആർക്ക് വേണം? ആധുനിക മനുഷ്യൻ, ചിന്തിക്കുന്ന മനുഷ്യൻ, സ്വതന്ത്രനായ മനുഷ്യൻ ഈ ദൈവത്തെ എടുക്കുവോ? ഈ ദൈവത്തെ വിൽക്കാൻ ശ്രമിക്കുകയാണ്. എൻ്റെ ഒരു ദൈവമുണ്ട്, വേണോ? വേണോ? ഇപ്പൊ നിങ്ങൾ ക്രിസ്ത്യാനിയല്ലെന്ന് വെച്ചു, ഞാൻ നിങ്ങളെ ഈ ക്രിസ്ത്യാനിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ പറയണത്, എൻ്റെ കയ്യിൽ ഒരു ദൈവമുണ്ട്, ഒരു ഒന്നാംകട ദൈവമാണ് 916. പുള്ളിയുടെ പരിപാടി വെച്ചാൽ പണ്ടൊരു പുള്ളി ഒരു പഴം തിന്നു. 10,000 കൊല്ലമായിട്ടും പുള്ളിക്ക് അതങ്ങോട്ട് മറക്കാനും പറ്റുന്നില്ല, ക്ഷമിക്കാനും പറ്റുന്നില്ല. ഇപ്പോഴും ക്യാൻസർ, ആക്സിഡന്റ്, രോഗങ്ങൾ, ട്യൂമർ, ഇതെല്ലാം എന്തിന്റെ പ്രശ്ന? ഒരു പഴമെടുത്തതിന് മക്കളുടെ മക്കളെയും 7 തലമുറ വരെ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇത് 7ഒന്നുമല്ല. ഇപ്പോഴും പ്രശ്നം എന്താണ്? പ്രശ്നം പണ്ടൊരു അപ്പൂപ്പൻ ഒരു പഴം പറിച്ചു തിന്നു. ഈ തരത്തിലുള്ള അബദ്ധങ്ങളാണ് പറയുന്നത്. യഹൂദന്മാര് അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി, കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്റ്റോറിയാണത്. ഈ ആദമിന്റെ അവയുടെ സ്റ്റോറി. ആ സ്റ്റോറിയാണ് എന്ത് ചെയ്യുന്നത്? വലിയ പ്രൊഫസർമാരൊക്കെ ഇരുന്ന് പറയുകയാണ്, ആദം പഴം പറിച്ചു തിന്നു. ഇത്രയും അവർ വളർന്നപ്പോൾ പൗലോസ്ലീഹ എഴുതുകയാണ്, പൗരസ്ത്യ സുവിശേഷം തുടങ്ങുന്ന ഏദൻ തോട്ടത്തിലല്ല. പൗരസ്ത്യ സുവിശേഷം പഴത്തിൽ നിന്നല്ല, പാമ്പിൽ നിന്നല്ല, പാപത്തിൽ നിന്നല്ല. പൗരസ്ത്യ സുവിശേഷം തുടങ്ങുന്നത് എവിടെയാണ്? നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പ്. So Eastern Gospel starts from the point where it was even before the foundations of the earth was. അപ്പൊ എന്തെങ്കിലുമൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് കണ്ടോ അവിടെ പൗലോസ് പറയുന്നേ? അപ്പൊ അവിടെ എന്തില്ല? Eden was not created, earth was not created, heavens were not created. ഒന്നും അവിടെ ഇല്ല. The love of God, ദൈവത്തിന്റെ സ്നേഹം. വാട്ട് ഈസ് ലവ്? സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ലവ്? അല്ല, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. കാരണം നിങ്ങൾ നിർവചിക്കുന്നത് സ്നേഹം എന്താണെന്ന് ചോദിച്ചാൽ അതൊക്കെ ഇപ്പൊ എങ്ങനെയാ ഇവിടെ ഇരുന്ന് പറയുന്നതെന്ന് ചോദിക്കും. എന്തൊക്കെയോ ആളുകൾ ചിന്തിക്കുക. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ചോദിച്ചാൽ എന്താ സ്നേഹം?
ലവ് ഈസ് എ ഡിസിഷൻ. സ്നേഹം എന്ന് പറഞ്ഞാൽ അതൊരു തീരുമാനമാണ്. നത്തിങ് എൽസ്. ലവ് ഈസ് എ ഡിസിഷൻ. So God loved us. He chose us. പൗലോസ് പറയുകയാണ്, ലോകസ്ഥാപനത്തിനു മുമ്പ് നമ്മെ അവൻ തിരഞ്ഞെടുത്തു. ഇതുണ്ടോ ഈ വാക്യം? അതായത് ഒറ്റ വാക്യം മതി. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം. ഈ ദൈവം നമ്മെ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. When did that happen? When did God choose you? എപ്പോഴാണ് ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തത്? ആരാമ കൺവെൻഷനിൽ പോയി അവിടെ ഇങ്ങനെ കൈപൊക്കിയപ്പോൾ ദൈവം എന്നെ, ഇങ്ങനെ ആളുകളുടെ ചിന്ത. ദൈവം നിന്നെ തെരഞ്ഞെടുത്തത് എപ്പോഴാ? ഇത് ഞാൻ പറഞ്ഞല്ല, പരിശുദ്ധനായ പൗലോസ്ലീഹ, ഏതാ ഡോക്ടർ ഓഫ് ദ ചർച്ച്, സുറിയാനി സഭയ്ക്ക് ഒറ്റ ഉപദേഷ്ടാവേ ഉള്ളത് പൗലോസ്ലീഹയാണ്. പൗലോസ്ലീഹ പറയുന്നതിന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇല്ല, നമ്മൾ പാടുകയാണ്. ഇന്ന് ലോകത്തിലെ ക്രിസ്തീയ സഭകളിൽ പല വിഭാഗങ്ങൾക്കും പൗലോസ്ലീഹ അത്ര അഭിനേതനല്ല. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഭൂരിപക്ഷം ക്രിസ്ത്യൻ ഡിനോമിനേഷനിലും പൗലോസ്ലീഹ അഭിനേതനല്ല. പൗലോസിന്റെ പല ടീച്ചിങ്, ഇറ്റ്സ് ഓൺലി പോളൈൻ ടീച്ചിങ് എന്ന് പറയും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് പൗലോസ്ലീഹയുടെ ടീച്ചിങ് ആണ് അന്ത്യോക്യ സഭയുടെ സ്വന്തം സ്ലീഹയാണ്. അപ്പൊ പൗലോസ്ലീഹ പറയാണ്, ലോകസ്ഥാപനത്തിന് മുമ്പ് എന്ത് സംഭവിച്ചു? ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. അപ്പൊ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തപ്പോഴാണ് ആദം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്. അപ്പൊ ഈ ആദാമിന്റെ പഴവും പാമ്പും പഴുതാരും ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, ബോധർ ചെയ്യരുത്. നമ്മുടെ വിദൂര ചിന്ത പോലെ ഈ പാമ്പ് ഇങ്ങനെ വരേണ്ട കാര്യമില്ല. All happened even before the foundation of the earth was laid. അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നേ. ലോകസ്ഥാപനത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു കന്മഷവും ഉണ്ടാകാതെ ഒരു ക്ലീൻ കോൺഷ്യസ്നെസ് തരാനാണ് പൗലോസ് ഇത് എഴുതുന്നത്. ലോകസ്ഥാപനത്തിന് മുമ്പാണ് ഇത് സംഭവിച്ചത്. വേറൊരു കണ്ടീഷനും ഇല്ല. കാരണം ഇത് കഴിഞ്ഞാണ് ഇതൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് വരും? ഡൗട്ട്സ് വരും, ഗിൽറ്റ് കോൺഷ്യസ് വരും. നിങ്ങളെ തെരഞ്ഞെടുത്തു. എപ്പോ തെരഞ്ഞെടുത്തു? ലോകസ്ഥാപനത്തിന്. എന്നിട്ട് വാട്ട് വാസ് ദ ക്രൈറ്റീരിയ? എന്തായിരുന്നു ക്രൈറ്റീരിയ? നിങ്ങളെ തെരഞ്ഞെടുത്ത പെർഫോമൻസ് ബേസ്ഡ് അക്സെപ്റ്റൻസ് ആണ്. വെസ്റ്റേൺ ഗോസ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് നമ്മളെ എന്ത് ചെയ്തു? കൊള്ളാം കേട്ടോ, ഇവൻ കൊള്ളാം, ഇവനെ നമുക്ക് എടുക്കാം. ഇപ്പൊ മിലിറ്ററിയിലൊക്കെ ആളെ എടുക്കാൻ ചെല്ലുമ്പോൾ പൊക്കം നോക്കും, മണ്ണം നോക്കും, നെഞ്ചള് ചിലരൊക്കെ ശ്വാസം പിടിച്ച് നിൽക്കും അളവ് കൂടുതൽ കിട്ടാൻ. ഇങ്ങനെ ഈ പട്ടാളക്കാർ അളക്കുമ്പോഴേ, അല്ലെ പോലീസിൽ ചേരുമ്പോൾ സാറെ ഒന്നുകൂടെ അളന്നേ എന്നൊക്കെ പറയും. എത്ര അളന്നിട്ടും കാര്യമില്ല, നിനക്ക് ഇത്രയല്ലേ ഉള്ളൂ എന്നതിന് പോലീസുകാരൻ പറയും. ചിലപ്പോൾ പോലീസുകാരൻ നെഞ്ചളവ് ഇങ്ങനെ എടുക്കാൻ നേരത്ത് മറ്റേ പോലീസുകാരൻ വയറിനിട്ട് കുത്തും, എന്നിട്ട് ചുരുങ്ങിപ്പോവും. ഇവൻ ഈ വിരിച്ചു പിടിഞ്ഞ്. അപ്പൊ നമ്മളിങ്ങനെ വിരിച്ചു പിടിക്കുകയാണ്. എന്തിനാണ്? ദൈവം നമ്മളെ, ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദൈവം കടാക്ഷിക്കണ്ടേ? അപ്പൊ ഇത് എപ്പോഴാ സംഭവിച്ചത്? ഈ തെരഞ്ഞെടുപ്പ് ആദം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് നിന്നെ ദൈവം എന്ത് ചെയ്തു? കണ്ടു. യെരമ്യാവിനോട് പറയുന്നുണ്ട്, യെരമ്യാ പ്രവചനം 1-ാം അധ്യായത്തിൽ നിങ്ങൾക്കറിയാം, നീ നിന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ഞാൻ നിന്നെ ജനതകൾക്ക് പ്രവാചകനായി നിയോഗിച്ചു. പക്ഷെ അതിനേക്കാളൊക്കെ കൂടിയാട്ടോ പൗലോസ് പറയുന്നത്. പൗലോസ് പറയാണ്, ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്, ഇനി ആദാമൊന്നുമല്ല, ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്, പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് നിന്നെ തെരഞ്ഞെടുത്തു. അപ്പൊ നിന്നെ ദൈവം സ്നേഹിച്ചതിന്റെ ക്രൈറ്റീരിയ എന്താണെന്ന് നമ്മുടെ ചോദ്യം. വാട്ട് വാസ് എ ക്രൈറ്റീരിയ?
What made you eligible for this love? What made you eligible? Nothing. That's the answer. Nothing. ഇപ്പൊ കാരണം കൂടാതെ നമ്മെ സ്നേഹിച്ചു, കാരണം കൂടാതെ നമ്മെ തിരഞ്ഞെടുത്തു. He has loved us without any reason. No reason. അപ്പൊ കാരണം കൂടാതെ നമ്മെ സ്നേഹിച്ചു, കാരണം കൂടാതെ, യോഗ്യത കൂടാതെ നമ്മെ തിരഞ്ഞെടുത്തു. ഇതാണ് പൗലോസിനെ അവതരിപ്പിക്കുന്ന സുവിശേഷം. പക്ഷെ നമ്മൾ കേട്ട സുവിശേഷം എന്നാ? നമ്മൾ കേട്ട സുവിശേഷം പിന്നെ നമ്മൾ പെർഫോമൻസ് ആണ് നമ്മുടെ ചിന്ത വരുന്നത്. നമ്മുടെ ചിന്ത വരുന്നത് ഇതുകൊണ്ടാണ്. നമ്മൾ ശ്വാസം പിടിച്ചിരുന്നത് കൊണ്ടും നമ്മൾ മസിൽ പിടിച്ചത് കൊണ്ടും നമുക്ക് പിന്നെ തോന്നുകയാണ് ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം. അവനിൽ നമുക്ക് അവന്റെ രക്തത്തിൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അത് അവൻ ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അവനിൽ താൻ മുൻനിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. 9ാമത്തെ വാക്യം, ദ മിസ്റ്ററി ഓഫ് ഹിസ് വിൽ. പൗലോസ്ലീഹയുടെ എഴുത്തുകളിൽ നിങ്ങൾക്ക് ആവർത്തിച്ച് കാണാൻ പറ്റുന്ന ഒരു പദമാണ് മിസ്റ്ററി. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സീക്രട്ട്. സീക്രട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ റെഗുലർ സീക്രട്ട്. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ സീക്രട്ട് സീക്രട്ട് ആണ്. മനുഷ്യരുടെ രഹസ്യങ്ങൾ പലപ്പോഴും അശുദ്ധമായിരിക്കും, കേൾക്കാൻ കൊള്ളാത്തായിരിക്കും. പക്ഷേ ദൈവത്തിന്റെ സീക്രട്ട്, സിൻസ് ഇറ്റ് ബിലോങ്സ് ടു ഗോഡ്, ഇറ്റ് ഈസ് സീക്രട്ട്, ഹോളി സീക്രട്ട്. ഇപ്പൊ മിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ ഒറ്റവാക്കി ഹോളി സീക്രട്ട്, പരിശുദ്ധമായ രഹസ്യങ്ങളാണ്. മനുഷ്യന്റെ രഹസ്യങ്ങൾ അത്ര പരിശുദ്ധമാകണമെന്നില്ല, ഇത് ദൈവിക രഹസ്യമാണ്. നിങ്ങൾക്ക് പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ കൂടെ പോകുമ്പോൾ പല സ്ഥലങ്ങളിൽ ഇത് കാണാൻ പറ്റും. ബൈബിളിൽ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു 14 സീക്രട്ട്, 14 മർമ്മം എഴുതിയിട്ടുണ്ട്. ദൈവഭക്തിയുടെ മർമ്മം കാണാം, അധർമ്മമൂർത്തിയുടെ മർമ്മം കാണാം, ഇങ്ങനെ ഒരുപാട് മർമ്മങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു മർമ്മമാണ് ദൈവഹിതത്തിന്റെ മർമ്മം, മിസ്റ്ററി ഓഫ് ദ വിൽ ഓഫ് ഗോഡ്. ദൈവഹിതത്തിന്റെ മർമ്മം. എന്താണ് ദൈവഹിതത്തിന്റെ മർമ്മം? അവിടെ എഴുതിയിട്ടുണ്ട് 9ാം വാക്യത്തിൽ, അവനിൽ താൻ മുൻനിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? അവനിൽ താൻ. നിങ്ങൾ ബൈബിളില്ല നിങ്ങളുടെ നോക്കി, അവനിൽ താൻ. ബൈബിളില്ല എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ആർക്കെങ്കിലും ബൈബിൾ വേണോ? ഫോൺ ഉണ്ടെങ്കിൽ ബൈബിൾ ഉണ്ട്. അവനിൽ താൻ മുൻനിർണയിച്ച, അവനിൽ താൻ അല്ലല്ല നിൽക്കുന്ന മുൻനിർണയിച്ച. എന്താ മുൻനിർണയിച്ചേ? പ്രീഡെസ്റ്റൈൻഡ്, മുൻനിർണയിച്ച. അപ്പൊ ഇന്ന് എന്തെങ്കിലും ഒരു പുതിയൊരു പോയിന്റ് പറയണം. നമ്മുടെ സുജിത്ത് എന്നോട് പറഞ്ഞത് ഇന്ന് പറയാൻ പോണ പുതിയ പോയിന്റ് ഇതാണ്. എന്താണ് മുൻനിർണയം? എന്താണ് മുൻനിർണയിച്ച? അപ്പൊ ദൈവം മുൻനിർണയിച്ച, അവനിൽ താൻ മുൻനിർണയിച്ച. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, നിർണയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? തീരുമാനമെടുക്കുക. അപ്പൊ ദൈവത്തിന്റെ മുൻനിർണയം, ആദ്യത്തെ നിർണയം, വാട്ട് വാസ് ദാറ്റ്? ടു ലവ് us. അപ്പൊ മുൻനിർണയം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, നത്തിങ് എൽസ്. ഇത് തിയോളജിക്കലി ഈ പ്രൊട്ടസ്റ്റന്റ് ലോകത്ത് ഏറ്റവും വലിയ തർക്കമുള്ള വിഷയമാണ്. മുൻനിർണയം ഉണ്ടോ ഇല്ലയോ? ഈ ബാപ്റ്റിസ്റ്റുകാരുടെ ഒക്കെ ഇടയിൽ വലിയ തർക്കമാണ്. അവരിൽ ഒരാൾ പോലും ഇത് പറഞ്ഞിട്ടില്ല, അവർക്ക് ആർക്കും അറിയില്ല. അവരെല്ലാം പറയുന്ന മുൻനിർണയം എന്ന് പറഞ്ഞാൽ നമ്മളെ രക്ഷിക്കുക, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ. പ്രീഡെസ്റ്റിനേഷൻ, ഫോർ നോളജ്, ഇതൊക്കെ തമ്മിൽ വലിയ തിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. പക്ഷെ ആക്ച്വലി മുൻനിർണയം എന്ന് പറഞ്ഞാൽ ദ ലവ് ഓഫ് ഗോഡ്. ദൈവം മുൻനിർണയിച്ച എന്താണെന്നറിയോ? നിന്നെ അങ്ങ് സ്നേഹിക്കാൻ തീരുമാനിച്ചിരിക്കുക. ദൈവം തീരുമാനിച്ച തീരുമാനത്തെ തിരുത്തുവാൻ, ഇളക്കുവാൻ, മാറ്റുവാൻ, മറിക്കുവാൻ ആർക്ക് കഴിയും? ആർക്ക് കഴിയും? ദൈവം ഈ മഹാപ്രപഞ്ചം ഉണ്ടല്ലോ, ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം
നിന്നെ സ്നേഹിക്കാൻ അങ്ങ് തീരുമാനിച്ചു. ഈ ഗോസിപ്പേഴ്സ് ഉണ്ട്, ഇപ്പൊ ഗോസിപ്പ് പറയുക, അല്ലെ ഏഷണി കൂട്ടുക, അല്ലേ? ഇപ്പൊ എനിക്കൊരാള് ഒരു 1 ഏക്കർ സ്ഥലം എഴുതി തരാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞുകൊണ്ട് ബാക്കി ചില ആളുകൾക്ക് അസൂയ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ സ്ഥലം തരാൻ തീരുമാനിച്ച ആളെ ചെന്ന് കണ്ട് ഞങ്ങളുടെ കോട്ടയത്തൊക്കെ കൊശല് കൂട്ടുക എന്ന് പറയും, അല്ലെങ്കിൽ ഏഷണി ചെന്നിട്ട് ഏഷണി പറഞ്ഞ് എന്നെ പറ്റി ഗോസിപ്പൊക്കെ പറഞ്ഞ് ഈ തീരുമാനത്തിൽ നിന്ന് മാറ്റുകയാണ്. അപ്പൊ അങ്ങനെ ചില ആളുകളെ എന്ത് ചെയ്യാൻ പറ്റും, സ്വാധീനിക്കാൻ പറ്റും, അല്ലേ? Can anyone influence God to change his mind? ഇതാണ് ചോദ്യം. നമുക്ക് പോയിട്ട് ഇങ്ങനെ ആരാണ് ദൈവത്തെ മാറ്റുന്നത്? ആരാണ് മാറ്റുന്നത്? സുറിയാനി ക്രിസ്ത്യാനികളുടെ ഈ സന്ധ്യാനമസ്കാരം ചൊല്ലുന്ന ഒരു സൂത്താള നമസ്കാരത്തിൽ പറയും, ദൈവമേ നിന്റെ കരുണാസമുദ്രത്തിന്റെ വലുപ്പത്തിങ്കൽ ഞങ്ങളുടെ പാപങ്ങൾ അസംഖ്യമെങ്കിലും അത് ചെളിയുടെ ഒരു തുള്ളി പോലെ മാത്രം ഇരിക്കുന്നു. അടുത്ത എന്നതാ, മഹാസമുദ്രത്തെ ഒരു തുള്ളി ചെളിക്ക് കലക്കാൻ കഴിവുള്ളതല്ലോ. ഇറ്റ് വാസ് ക്വയറ്റ് ഇമ്പോസിബിൾ. ഇറ്റ് ഈസ് സ്റ്റിൽ ക്വയറ്റ് ഇമ്പോസിബിൾ. യു കാനോട്ട് പ്രൊവോക്ക് ഗോഡ്. തോമാച്ചൻ ഇപ്പോൾ ഒരു ഫുൾ ബോട്ടിൽ മദ്യം മേടിച്ച് അങ്ങോട്ട് വെച്ച് ഒരു പെഗ് ഒഴിച്ച് കുടിച്ചാൽ അന്നേരം ദൈവം എന്ത് ചെയ്യത്തില്ല, നശിപ്പിച്ചു, ദൈവത്തിന്റെ പിടിവിട്ടുപോയി. ദൈവം ഇമോഷണൽ ആയിട്ട് അയ്യോ, മനസ്സിലായോ? ദൈവത്തെ നിനക്ക് കോപിപ്പിക്കാൻ പറ്റുമോ, ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഗോഡ് ഈസ് ഇമ്മൂവബിൾ, അൺചേഞ്ചബിൾ. ദൈവത്തിന് ചേഞ്ച് ഇല്ല, മാറ്റമില്ല. അപ്പൊ മാറ്റമില്ലാത്ത ദൈവത്തെ, ഈ പർവ്വതത്തെ എന്ത് ചെയ്യാൻ പറ്റും, ഉന്തി മാറ്റാൻ പറ്റുമോ? സമുദ്രത്തെ കലക്കാൻ പറ്റുമോ? അപ്പൊ ദൈവത്തെ മാറ്റാൻ പറ്റുമോ? അപ്പൊ ഈ ദൈവത്തെ മാറ്റാൻ പറ്റുമോ? എന്തോ, നിങ്ങള് ഒരു പാപം ചെയ്ത ഉടനെ ദൈവം എന്ത് ചെയ്യുക, കോപിക്കുകയാണ്. നിങ്ങളൊരു നന്മ ചെയ്ത് കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ നോക്കി ചിരിക്കുക. പിന്നെ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന പുകഴ്ത്തുമ്പോഴേക്കും ദൈവം എന്ത് ചെയ്യാവും, വേണ്ടായിരുന്നു, കുളിര് കോരുക. ഇങ്ങനത്തെ ഒരു ദൈവത്തെയാണ് നിർഭാഗ്യവശാൽ ക്രിസ്ത്യാനികൾ അവതരിപ്പിച്ചിരിക്കുന്നത്, വികാരം കൊള്ളുന്ന ദൈവം. അപ്പൊ അവന് ഗതിഭേദത്താലുള്ള വികാരമോ ആച്ഛാദനമോ ഇല്ല. യാക്കോസ്ലി എഴുതി വെച്ചിരിക്കുക 1-ാം അധ്യായത്തിൽ. യാക്കോസ്ലിയുടെ ലേഖനം നോക്കോ, തുടങ്ങുമ്പോൾ എഴുതി വെക്കുകയാണ്, അവന് വികാരമില്ല, ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല, അങ്ങനെ വികാരം കൊള്ളുന്ന ദൈവമല്ല. അതുകൊണ്ട് യാക്കോബിന്റെ ബോബുസായില് നമ്മൾ വായിച്ചതാണ്, മഹാസമുദ്രത്തിൽ ഒരു തുള്ളി ചെളിക്ക് എന്താണ് ഞങ്ങളുടെ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തിന്റെ അക്യുമുലേറ്റഡ് സിന്നിനെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യവർഗത്തിന്റെയും മുഴുവൻ പാപങ്ങളും കൂടെ ഒരുമിച്ച് കൂട്ടി ചേർത്ത് വെച്ചാൽ പോലും ഒരു തുള്ളി ചെളി പോലെയേ ഉള്ളൂ. ആ ഒരു തുള്ളി ചെളിക്ക് ഈ സമുദ്രത്തെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കലക്കാൻ പറ്റുന്നില്ല. എത്ര വലിയ അഷ്വറൻസ് ആണ് പ്രാർത്ഥന വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് ആ പാട്ട് ഇഷ്ടമാണോ? നമുക്ക് ആ പ്രാർത്ഥന ഇഷ്ടമാണോ? ആണോ? നമുക്ക് ഇഷ്ടമാകുന്നല്ല. നമുക്ക് ഇഷ്ടമായതാ, പാപത്താൽ നിന്നെ ഞാൻ കോപിപ്പിച്ചുള്ളൊരു കാലത്തിലും ദയവായി നീജ. കണ്ടോ, പാപത്താൽ നമ്മൾ ദൈവത്തെ എന്ത് ചെയ്തു, കോപിപ്പിച്ചു. എത്ര വികലമാണ്. നിങ്ങൾ പാപം ചെയ്ത പറഞ്ഞാൽ ദൈവം കോപിക്കാതിരിക്കുകയാണ്. അങ്ങനെയാണ് എപ്പോഴും ആരെങ്കിലും ഒക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ലോകത്തിൽ പാപം ചെയ്തുകൊണ്ടിരിക്കും, ദൈവം കോപിച്ചുകൊണ്ടിരിക്കും. അപ്പം ദൈവത്തിന്റെ പ്രഷറൊക്കെ എത്രയായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പുള്ളി കോപിച്ച് ഒരു പരുവായിട്ട് ഇപ്പം വല്ലാത്ത പരുവത്തിരിക്കുക. ചിലപ്പോൾ തട്ടിപ്പോയി കാണും. കാരണം ഇതുപോലെ അത് ഇങ്ങനെ കോപിക്കുന്ന ഒരാൾക്ക് എത്ര നാൾ ജീവിക്കാൻ പറ്റും? അപ്പൊ ഇത്തരം വികലമായ കാര്യങ്ങൾ ആളുകളോട് പറയുകയാണ്. ദൈവം സ്നേഹമാണെന്ന് ഒരിക്കലും ആരും പ്രസംഗിക്കുന്നില്ല. പക്ഷെ യോഹന്നാൻ ശ്ലീഹ ചങ്കുപൊട്ടി പറയാണ്, ഗോഡ് ഈസ് ലവ്. 1 യോഹന്നാൻ 4:8 പറയുന്നു, 4:16 പറയുന്നു, ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. പൗലോസ് പറയുന്നു, ഉലക സ്ഥാപനത്തിന് മുമ്പ് കാരണം കൂടാതെ നിന്നെ സ്നേഹിച്ചു.
ശരിയായ സുവിശേഷം, ശരിയായ ദൈവം ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, പ്രസംഗിക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഫോർ ഗോഡ് ഓഫ് ദിസ് വേൾഡ് ഹാസ് ബ്ലൈൻഡഡ് ദ മൈൻഡ്സ് ഓഫ് അൺബിലീവേഴ്സ് സോ ദാറ്റ് ദ റേഡിയൻസ് ഓഫ് ദ ഗ്ലോറിയസ് ഗോസ്പൽ മൈറ്റ് നോട്ട് ഷൈൻ ഇൻ ദെയർ ഹാർട്ട്സ്. ഗ്ലോറിയസ് ഗോസ്പലിന്റെ ആ തേജസ് ആളുകളുടെ ഹൃദയങ്ങളിൽ വരാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ പ്രഭു ആളുകളുടെ ഹൃദയ കണ്ണുകളെ എന്ത് ചെയ്യുന്നു, കുരുടാക്കുന്നു. അതിൻ്റെ ആന്റിഡോട്ടാണ് പൗലോസ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് നിമിത്തം 17-ാം വാക്യത്തിൽ, അത് നിമിത്തം നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്. കണ്ടോ, ഹൃദയദൃഷ്ടി എന്ത് ചെയ്യണം, പ്രകാശിക്കണം. അപ്പൊ ഹൃദയം എന്ത് ചെയ്തിരിക്കുക, ഈ ലോകത്തിന്റെ പ്രഭു ബ്ലൈൻഡാക്കി, ഇരുട്ടാക്കി, ഡാർക്കൻഡ്. ഈ ലോകത്തിന്റെ പ്രഭു എന്ന് പറഞ്ഞാൽ റിലീജിയനാണ്. ഈ റിലീജിയൻസ് എല്ലാം ചേർന്ന് മനുഷ്യന്റെ ഹൃദയത്തെ എന്ത് ചെയ്തു, ദൈവസ്നേഹത്തെ കാണാൻ പറ്റാത്ത രീതിയിൽ ഡാർക്കൻഡാക്കി, ബ്ലൈൻഡാക്കി. അപ്പൊ അതുകൊണ്ട് പൗലോസ്ലീഹ പാവം എന്ത് ചെയ്യാ, പൗലോസ്ലീഹ വളരെ പ്രഗത്ഭനായിരുന്നു, വളരെ കഴിവുള്ളവനായിരുന്നു. പൗലോസ്ലീഹയ്ക്ക് എഴുതാനായിരുന്നോ പ്രസംഗിക്കാനായിരുന്നോ നല്ലപോലെ അറിയാവുന്നേ? പ്രസംഗിക്കാൻ അറിയത്തില്ലായിരുന്നു പൗലോസ്ലീഹയ്ക്ക്. കാരണം കൊരിന്ത്യൻസ് പൗലോസ്ലീഹ എഴുതിയിട്ടുണ്ട്, എൻ്റെ ശാരീരിക സാന്നിധ്യം ബലഹീനവും എൻ്റെ ലേഖനങ്ങൾ ശക്തവും എന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെ പൗലോസ്ലീഹ എഴുതിയതാ. പ്രസംഗിക്കാൻ തീരെ സ്കില്ല, പ്രസംഗിക്കാൻ എടുക്കാൻ അപ്പൊല്ലോസ് ആയിരുന്നു, ഗുഡ് ഒറേറ്റർ. അതുകൊണ്ട് കൊരിന്ത്യ സഭയിൽ അപ്പൊല്ലോസിന്റെ ഫാൻസ് ഉണ്ടായിരുന്നു, പൗലോസിന്റെ ഫാൻസ് ഉണ്ടായിരുന്നു. അവർ പറയണം എൻ്റെ പ്രസംഗം അപ്പൊല്ലോസിന്റെ. എന്നിട്ടേനും ചിലർ പറയണം എന്നെ അപ്പൊല്ലോസ് 50 പ്രസംഗിച്ചാലും പൗലോസിന്റെ ഒരു എഴുത്ത് പോരെ എന്ന് പറഞ്ഞ് അങ്ങ് ഭയങ്കര അടിയായിരുന്നു കൊരിന്ത്യ സഭയിൽ. ചിലർ പറയുന്നു ഞങ്ങൾ പൗലോസിന്റെ ആൾക്കാർ, മറ്റു ചിലർ പറയുന്നു ഞങ്ങൾ അപ്പൊല്ലോസിന്റെ ആൾക്കാർ. അങ്ങനെ എഴുതിയിട്ടുണ്ട്, കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ കൊരിന്ത്യൻ സഭ 3 ഡിവിഷനായിരുന്നു: ഫാൻസ് ഓഫ് കേഫ, ഫാൻസ് ഓഫ് പോൾ ആൻഡ് ഫാൻസ് ഓഫ് അപ്പൊല്ലോസ്. കൊരിന്ത്യ സഭയിൽ അപ്പൊല്ലോസിന്റെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടായിരുന്നു, പത്രോസിന്റെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടായിരുന്നു, പിന്നെ പൗലൂസിന്റെ ഫാൻസ് ഉണ്ട്. ഈ 3 കൂട്ടരുടെ അടിയായിരുന്നു. അതുകൊണ്ടാണ് അപ്പൊല്ലോസാർ, പൗലൂസാർ, കേഫാവാർ എന്നൊക്കെ പൗലൂസിൽ എഴുതേണ്ടി വന്നത്. കാരണം ന്യായമുണ്ട്. പത്രോസിന്റെ ഫാൻസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈയിടെ പൗലൂസും അപ്പൊല്ലോസും ഒക്കെ എന്തോന്നാ പ്രസംഗിക്കുന്നത്. പത്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വന്നങ്ങ് ചാക്കഴിക്കും, കേൾക്കാൻ ഇഷ്ടമാണ്. കാരണം ഈ പത്രോസ് വന്നു കഴിഞ്ഞാൽ ഉള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആളുകളൊന്ന് ഇളയിരിക്കും. കാരണം യേശുവിൻ്റെ കൂടെയുള്ള കഥ മുഴുവൻ പത്രോസിനേ ഉള്ളൂ, പൗലൂസ് ആ കൂടെ ഇല്ലായിരുന്നു. ഒരു കഥയും പൗലൂസിന് അറിയത്തില്ല, കാരണം പൗലൂസ് ആ കാലഘട്ടത്തിൽ ഇല്ലല്ലോ. പിന്നെ ഉണ്ടല്ലോ ഞങ്ങൾ 5 അപ്പം വർദ്ധിപ്പിച്ചത്, മീൻ പിടിച്ചത്, രാത്രിയിൽ ഇങ്ങനെ പോയത്, മലയുടെ മുകളിൽ കയറിയത്, പിന്നെ ശമരിയക്കാർ വന്നത്, പിന്നെ ഇതെങ്ങനെ, പിന്നെ ഈ ബൈബിളില്ലാത്ത ഒരുപാട് സ്റ്റോറീസ് ആർക്കറിയാം. പത്രോസാണ് പുള്ളി സ്റ്റോറി ടെല്ലിംഗ് ആണ് പുള്ളിയുടെ മെയിൻ പരിപാടി. പുള്ളി അവിടെ വന്നിരുന്ന ഈ പഴയ കഥയെല്ലാം കൂടെ പറയുമ്പോൾ അത് കേൾക്കുന്ന ഒത്തിരി പേരുണ്ട്. അവര് പറയുന്നത് പത്രോസിന്റെ ആ കഥകളൊക്കെ കേൾക്കണം. അങ്ങനെ കേട്ട് യേശുവുമായിട്ടുള്ള ആ ബന്ധം നിമിത്തം ഈ കഥകളൊക്കെ ആര് പറയും? പത്രോസ് പറയുന്നതായതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേക ഫാൻസ് ആർക്കുണ്ട്? പത്രോസിനുണ്ട്. വലിയ തിയോളജി ഒന്നും ഇല്ലെങ്കിലും ഈ കഥ പറച്ചിൽ കൊണ്ട് പത്രോസിന് ഭയങ്കര ഫാൻസ് ആയിരുന്നു. അപ്പൊല്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പ്രസംഗമാണ്. പ്രസംഗത്തിന്റെ ആ ഒരു സ്കില്ല് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മണിക്കൂർ ഒറ്റ പറപ്പിയില്ല. അപ്പൊ അപ്പൊല്ലോസിന് ഭയങ്കര ഫാൻസ് ആയിരുന്നു. ഈ 2 പരിപാടി ആർക്കില്ല? പൗലൂസിലേക്കില്ല. പൗലൂസിലേക്ക് അവിടെ വന്നു കഴിഞ്ഞിട്ട് പ്രസംഗം തീരെ പോരാ. അതിന്റെ ഒരു തെളിവ് അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്. പൗലൂസ് ഒരിടത്ത് പ്രസംഗിക്കുമ്പോൾ ഒരുത്തം ഉറക്കം തൂങ്ങി എല്ലാം താഴെ പോയി ചത്തുപോയി. അപ്പൊ തന്നെ അയാളുടെ പ്രസംഗത്തിന്റെ ആ ഒരു മെച്ചം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. കാരണം ഒരുത്തന്റെ പ്രസംഗം കേട്ടോണ്ടിരിക്കുന്നുണ്ട്, ഉറക്കം തൂങ്ങി വീണു ചത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും കൂടുതൽ നാണക്കേട് ആ പ്രസംഗത്തിന് വരാനുണ്ടോ? പിന്നെ പുള്ളി തന്നെ പോയി ഉയർപ്പിച്ചു.
അങ്ങനെ എഴുതിയിട്ടുണ്ട്. കാരണം ഉയർപ്പിച്ചതിന്റെ കാരണം ഇയാളുടെ പ്രസംഗം കൊണ്ടാണല്ലോ വീണ് ചത്തത്. അപ്പൊ അതിന്റെ കേട് തീർത്ത് ഇങ്ങനെ പോയി അങ്ങ് മാറിപ്പോയിരുന്നത് എഴുതുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലൻ ലേഖനം എഴുതും. അതുകൊണ്ട് പൗലോസ് തന്നെ പറയുകയാണ്, എൻ്റെ ഫിസിക്കൽ പ്രസൻസ് വളരെ മോശമാണ്, വളരെ വീക്കാണ്, എന്നാൽ എൻ്റെ ലേഖനങ്ങൾ ശക്തമാണ്. അതാ ഞാൻ പറഞ്ഞു, പൗലോസ് ലീഹ എഴുതാനായിരുന്നോ പ്രസംഗിക്കാനായിരുന്നോ മിടുക്കൻ? ഇനി നിങ്ങൾ ഉത്തരം പറ. കൺവിൻസിങ് പവർ ഇല്ലായിരുന്നു. കാര്യം പ്രസംഗിച്ച് മറിക്കാൻ പറ്റുന്നില്ല. 2 കൊരിന്ത്യർ 10:10 വേണമെന്ന് വായിച്ചു. അവന്റെ ലേഖനങ്ങൾ കനവും ഊറ്റവും ഉള്ളവ തന്നെ, ശരീര സന്നിധിയോ ബലഹീനവും വാക്ക് നിന്ദ്യവുമത്രേ എന്ന് ചിലർ പറയുന്നുവല്ലോ. മതി. അപ്പൊ അവിടെ പറയുന്നത് എന്നാ പറയുന്നേ? His letters are weighty and strong, but his bodily presence is weak. And his speech of no account. അപ്പൊ ഈ പ്രസംഗത്തിൽ പുള്ളി മടുപ്പായിരുന്നു, എഴുത്തിൽ മിടുക്കനായിരുന്നു. എന്റെ പോയിന്റ് ഇതാണ്, എഴുതാൻ ഇത്ര മിടുക്കനായ പൗലൂസ് എഫെസോസിൽ പോയി 3 വർഷം പഠിപ്പിച്ച പൗലൂസ് പിന്നെ അവർക്ക് എഴുതുന്ന ഒരു കറക്ഷൻ ലെറ്ററാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഈ എഫെസ് ലേഖനം. ഈ എഫെസ് ലേഖനത്തിൽ ഈ കാര്യം പൗലോസ് ലീഹയ്ക്ക് എഴുതി പിടിപ്പിക്കാൻ പറ്റുന്നില്ല. അതായത് എഴുത്തിൽ ഇത്ര സമർത്ഥനായ പൗലോസ് ലീഹ പറയാണ്, ഞാൻ എന്ത് ചെയ്യുന്നു, അഭിപ്രായം. കാരണം നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ പറ്റില്ല, എഴുതാനും പറ്റില്ല. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ദൈവത്തിന്റെ ഈ മഹാസ്നേഹത്തെ നിങ്ങൾക്ക് കാണാൻ ഇടയാകട്ടെ എന്ന് ഞാൻ എന്ത് ചെയ്യാണ്, പ്രാർത്ഥിക്കുകയാണ്. അതേ പറ്റുള്ളൂ. പൗലോസ് ലീഹ എഴുതാൻ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തതും പറയാൻ നോക്കിയിട്ട് പഠിപ്പിക്കാൻ പറ്റാത്തതും അവസാനം പരാജയപ്പെട്ട് അങ്ങേര് പോലും പ്രാർത്ഥിച്ചതുമായ വിഷയത്തെ ഇനി ഞാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. മനസ്സിലായോ? 1 കൊരിന്ത്യർ 1:12 വായിച്ചോ. 1 കൊരിന്ത്യർ 1:12. നിങ്ങൾ ഓരോരുത്തരും, ഞാൻ പൗലോസിന്റെ പട്ടക്കാരൻ, ഞാൻ അപ്പൊല്ലോസിന്റെ പട്ടക്കാരൻ, ഞാൻ കേഫാവിന്റെ പട്ടക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പട്ടക്കാരൻ എന്നിങ്ങനെ പറയുന്നത്. ആണ് ഒരു കൂട്ടർ പൗലൂസിന്റെ ആളുകളായിരുന്നു. കൊരിന്ത്യ സഭയിൽ ഞാൻ പറഞ്ഞില്ല, ഡിവിഷൻസ് ഉണ്ടായിരുന്നു. ഒരു കൂട്ടർ പൗലൂസിന്റെ ആളുകളായിരുന്നു, ഒരു കൂട്ടർ അപ്പൊല്ലോസിന്റെ ആളുകളായിരുന്നു, ഒരു കൂട്ടർ പത്രോസിന്റെ ആളുകളായിരുന്നു. അപ്പൊ ഇത് 3ലും പെടാതെ കുറച്ച് മാന്യന്മാരായ ആത്മീയരുണ്ടായിരുന്നു. അവർ ഞങ്ങൾ ക്രിസ്തുവിന്റെ പക്ഷക്കാരാണ്, പ്രൈസ് ദി ലോർഡ്. 3ലും ഞങ്ങളില്ല. ഇങ്ങനെ 4 കൂട്ടരുണ്ടായിരുന്നു അവിടെ എന്നാണ് പൗലോസ് ലീഹ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് ചോദിച്ചാൽ, ഇവിടെ പൗലോസ് ലീഹ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ, ഹോപ്പ് ഓഫ് ഹിസ് കോളിംഗ്, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതാണെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതാണെന്നും, ദ റിച്ചസ് ഓഫ് ദ ഇൻഹെറിറ്റൻസ് ഇൻ സെയിൻസ്, ഹിസ് ഇൻഹെറിറ്റൻസ്, അവന്റെ അവകാശത്തിന്റെ മഹിമാധനം എന്തെന്നും, പിന്നെ അവന്റെ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതാണെന്ന്. അപ്പൊ 3 കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ 3 കാര്യം നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, എഴുതി പിടിപ്പിക്കാൻ പറ്റില്ല, ഇതൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ അങ്ങ് എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. 1, ഹോപ്പ് ഓഫ് ഹിസ് കോളിംഗ്. ഈ ഹോപ്പ് ഓഫ് ഹിസ് കോളിംഗ് എന്ന് പറഞ്ഞാൽ, ഈ ബൈബിൾ തിയോളജിയന്മാർ തന്നെ 2 അഭിപ്രായം പറയും. ഹോപ്പ് ഓഫ് കോളിംഗ് എന്ന് പറഞ്ഞാൽ, 1
അത് സബ്ജക്റ്റീവായിട്ടും വേറൊരു കൂട്ടരതിനെ ഒബ്ജക്റ്റീവായിട്ടും പറയും. ഹോപ്പ് ഓഫ് ഹിസ് കോളിംഗ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവായിട്ട് പറയുമ്പം ദ പ്രോമിസ്ഡ് ബ്ലെസ്സിങ്സ് ഓഫ് ക്രൈസ്റ്റ്, അതാണ് ഹോപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് രണ്ടും ശരിയാണ്. അതിനകത്തൊരു ഒബ്ജക്റ്റീവ് വശമുണ്ട്, സബ്ജക്റ്റീവ് വശമുണ്ട്. അതായത് ഒരേ സമയം നമ്മുടെ ആ ദൈവിക വിളിയുടെ ആ പ്രത്യാശ നമ്മിൽ ഉളവാക്കുന്നത്, പ്രത്യാശയാണ് എപ്പോഴും മനുഷ്യന് സന്തോഷത്തെ ഉളവാക്കുന്നത്. ഇറ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ്. അപ്പൊ അത് അനുഭവിക്കുക, ആ പ്രത്യാശയിൽ നിറഞ്ഞ് ജീവിക്കുക. അതിനുവേണ്ടി പൗലൂസ്ലീഹ എന്ത് ചെയ്യാണ്? പ്രാർത്ഥിക്കുകയാണ്. ഹോപ്പ് ഓഫ് ഹിസ് കോളിംഗ്, ദൈവവിളിയുടെ ഹോപ്പ്. ആ ഹോപ്പ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തന്നെയാണ്. ഓരോരുത്തരെയുമാണ് വിളിച്ചിരിക്കുന്നത്, എല്ലാ വ്യക്തികളെയുമാണ് വിളിച്ചിരിക്കുന്നത്. എന്നിട്ട് പൗലൂസ്ലീഹ പറയുകയാണ്, അവിടെ ഏറ്റവും വലിയൊരു മർമ്മവും കൂടെ പറയുന്നുണ്ട്. ഒമ്പതാം വാക്യം, അവനിൽ താൻ മുൻനിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. മുമ്പേ ഞാൻ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്താ. ഹിതത്തിന്റെ മർമ്മം, മിസ്റ്ററി ഓഫ് ഹിസ് വിൽ, ദൈവത്തിന്റെ ഹിതം. ഒത്തിരി പേര് ദൈവത്തിന്റെ ഇഷ്ടം ആർക്കറിയാം? ദൈവത്തിന്റെ ഇഷ്ടം, ദൈവമേ നിന്റെ ഇഷ്ടം അറിയാൻ വേണ്ടി. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ ഒരു മിസ്റ്ററി ഉണ്ട്. ദൈവത്തിന്റെ ഇഷ്ടം തന്നെ ഒരു മിസ്റ്ററിയാണ്, ഒരു സീക്രട്ടാണ്. എന്താണ് ആ മിസ്റ്ററി? ഒത്തിരി പേര് ദൈവഹിതം അറിയാൻ വേണ്ടി. പണ്ട് എന്നോടൊരു അമ്മാമ്മ പറഞ്ഞു, ഭാഷ ദൈവഹിതം അറിയാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ ചെന്നതാ. അപ്പൊ അവർക്കൊരു വീടുണ്ട്, അത് വിൽക്കണോ വാടക കൊടുക്കണോ എന്നുള്ള അവർക്കറിയണം. അപ്പൊ അതൊന്നും അല്ല ദൈവഹിതം. അപ്പൊ ദൈവഹിതം അറിയണോ? അതിതാണ് അടുത്ത വാക്യം പറയുന്നത്. അത് ദൈവഹിതം എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കാം എന്നിങ്ങനെ കാല സമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. അപ്പൊ സ്വർഗത്തിലുള്ളതാകട്ടെ ഭൂമിയിലുള്ളതാകട്ടെ, ദൃശ്യമായതാകട്ടെ അദൃശ്യമായതാകട്ടെ, സകലവും ക്രിസ്തുവിൽ ഒന്നായി ചേർന്നു. ഓൾ തിങ്സ്. നമ്മൾ വിശ്വാസപ്രമാണം ഏറ്റു പറയുമ്പോൾ, പിതാവിനെ പറ്റി പറയുമ്പോൾ സകലത്തിൻ്റെയും സൃഷ്ടാവ്, പുത്രനെ പറ്റി പറയുമ്പോൾ താൻ മുഖാന്തരം സകലവും നിർമ്മിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവിനെ പറ്റി പറയുമ്പോൾ എന്നാണെന്നറിയോ? സകലത്തെയും ജീവിപ്പിക്കുന്നു. സെലക്ട് ചെയ്ത ചിലരെയാണോ ജീവിപ്പിക്കുന്നത്? സകലത്തെ. അപ്പോൾ പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ് ടോട്ടൽ റിസ്റ്റോറേഷൻ. ദാറ്റ് ഈസ് ദ മിസ്റ്ററി ഓഫ് ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ മിസ്റ്ററി അതാണ്. ഇത് ഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയദൃഷ്ടി എന്ത് ചെയ്യുന്നത്? പ്രകാശിക്കുന്നത്. കാരണം ഇതൊന്നും നമ്മുടെ പെർഫോമൻസ് ബേസ്ഡ് അല്ല, നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ മെറിറ്റ് കൊണ്ടല്ല. ഇറ്റ്സ് നോട്ട് അപ്പോൺ അവർ മെറിറ്റ്, but it is because of his mercy and grace, his decision. അതിനെയാണ് മുൻനിർണയം എന്ന് വിളിക്കുന്നത്. ദൈവത്തിൻ്റെ മുൻനിർണയത്താൽ നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നു. താങ്ക് യു.